ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നമുക്ക് വീടുകളിൽ എപ്പോഴുള്ള ചേരുവകൾ വെച്ച് ചെയ്യുന്ന ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഈ ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കണം. ഇനി ഈ ബൗളിലേക്ക് 2 മുട്ടയുടെ വെള്ളം ഒഴിക്കണം. ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നമുക്ക് മുട്ടയുടെ യോൾക്കിന്റെ ആവശ്യമില്ല. ഇനി ഇത് ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ എഗ് വൈറ്റ് നന്നായി പതഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് എല്ലാം മിക്സായി കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയുടെ മിക്സ് ഇട്ടിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റിൻ്റെ ഡോ ലൂസ് ആണെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ ഡോയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ഇപ്പം എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെക്കാം. ഓവൻ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് തട്ടുന്ന രീതിയിൽ വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 20 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഗോൾഡൻ കളറായി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ട്രേ എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ചൂട് തട്ടുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ്സ് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ബിസ്ക്കറ്റിൻ്റെ ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഈ ബിസ്ക്കറ്റ്സ് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒരു 1/4 ഭാഗം ഈ ചോക്ലേറ്റിൽ മുക്കിയെടുത്തിട്ട് ബേക്കിംഗ് പേപ്പറിലേക്ക് വെക്കാം. മുഴുവനായിട്ട് ചോക്ലേറ്റിൽ കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം.
ബാക്കിയുള്ള മെൽറ്റഡ് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഈ ബിസ്ക്കറ്റിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.